ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിദീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരെ, സ്നേഹമുള്ളവരെ, ആമുഖങ്ങളില്ലാതെ തസവുഫിന് ചെറിയൊരു ആമുഖം പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് നൽകാൻ ആഗ്രഹിക്കുകയാണ്. തസവുഫ് അല്ലെങ്കിൽ സൂഫിസം, ആത്മസംസ്കരണ ശാസ്ത്രം, ഇത് ഇഹ്സാനിൻ്റെ വിജ്ഞാന ശാഖയാണ്. വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ദീൻ 3 ഘടകമാണ്. 1 ഈമാൻ, 2 ഇസ്ലാം, 3 ഇഹ്സാൻ. ഈമാനിൻ്റെ വിജ്ഞാന ശാഖയാണ് അഖീദ. ഇസ്ലാമിൻ്റെ വിജ്ഞാന ശാഖയാണ് ഫിഖ്ഹ്. ഇഹ്സാനിൻ്റെ വിജ്ഞാന ശാഖയാണ് തസവുഫ്. ഇത് 3ഉം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ ദീനിൻ്റെ അഹരികാരാകുകയുള്ളൂ, ദീനിൻ്റെ അമലുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ, ആത്മീയ ഉത്കർഷവും ആത്മീയ അനുഭവങ്ങളും ഉണ്ടാവുകയുള്ളൂ. അഖീദയും ഫിഖ്ഹും മാത്രം പഠിച്ച് അല്ലെങ്കിൽ അതിൽ ഗവേഷണം നടത്തി മുമ്പോട്ട് പോകുന്ന, തസവുഫിനെ അവഗണിക്കുന്ന പ്രത്യയശാസ്ത്രക്കാരെയോ വ്യക്തികളെയൊക്കെ കാണാം. അവരിൽ ദുആക്കുത്തരം കിട്ടുന്നവരോ കറാമത്തുള്ളവരോ ഔലിയാക്കളോ ഒന്നും ഇന്നേ വരെ ഉണ്ടാകാത്തവരും, ആത്മീയാനുഭൂതികളിലൂടെ കടന്നു പോകാൻ അവർക്ക് സാധിക്കാത്തവരും തസവുഫിനെ അവഗണിച്ചതുകൊണ്ടാണ്. ഒരു വേള പറഞ്ഞാൽ തസവുഫ് ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങളുടെ കൂട്ടത്തിലെ സയൻസ് ഗ്രൂപ്പാണ്. ഭൗതിക വിജ്ഞാനത്തിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ്, ഇങ്ങനെ 3 ഗ്രൂപ്പ് കാണാം. ഹ്യൂമാനിറ്റീസും കൊമേഴ്സും എത്ര പഠിച്ചാലും ശാസ്ത്രമൊന്നും മനസ്സിലാവില്ല. ശാസ്ത്രം പഠിച്ചെങ്കിൽ, സയൻസ് പഠിച്ചെങ്കിൽ തന്നെ ഈ പ്രാപഞ്ചിക രഹസ്യങ്ങൾ, ഭൗതിക പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഫിഖ്ഹും അഖീദയും പഠിക്കുന്നതിന് പുറമെ തസവുഫ് കൂടി പഠിക്കുകയും അതിലെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിവിപുലമായ ആത്മപ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും അതിലൂടെ കടന്നു പോകാൻ കഴിയുകയുമുള്ളൂ. അതുകൊണ്ട് തന്നെ വിജ്ഞാനങ്ങളിൽ അതിപ്രധാനമാണ് തസവുഫ്. അതാണ് വതഅല്ലമൻ ഇൽമൻ യുസഹിഹു തഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി സ്കുല ഹദി സലാഹത്തു ഫർദു ഐനൻ എന്ന് മഹാനായ ജിർദി മഖ്ദൂം നമ്മെ പഠിപ്പിച്ചത്. ഹദീസിൽ തന്നെ ദീനിനെ 3ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി വരച്ച് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ 3ൻ്റെയും അറിവുകൾ പഠിക്കണം. അത് അവഗണിക്കപ്പെടുന്നൊരു കാലമായതുകൊണ്ട് ആണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അത് അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അള്ളാഹുവിനെ കാണുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാക്കിയെടുത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. ഇതാണ് അള്ളാഹുവിനെ കാണുന്നത് പോലെ ഉള്ള അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള മാർഗങ്ങൾ ഫിഖ്ഹിലോ അഖീദയിലോ ചർച്ച ചെയ്യൂല, ഔദ്യോഗികമായി ചർച്ച ചെയ്യൂല. ഔദ്യോഗികമായി അത് ചർച്ച ചെയ്തിരിക്കുന്നത് തസവുഫിലാണ്. അള്ളാഹുവിനെ കാണുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിത്തീരാൻ എന്ത് ചെയ്യണം? അതിന് നഫ്സിനെ അറിയണം. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഒരാൾ അവൻ്റെ നഫ്സിനെ അറിഞ്ഞാൽ അവൻ്റെ റബ്ബിനെ അറിഞ്ഞു. റബ്ബിനെ അറിയാമെന്നുള്ളതാ റബ്ബിനെ കാണുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗം. അപ്പോൾ റബ്ബിനെ കാണുന്നിടത്ത്, റബ്ബിനെ അനുഭവിക്കുന്നിടത്ത് എത്തിച്ചേരണമെങ്കിൽ സ്വന്തം നഫ്സിനെ അറിയണം. നഫ്സിനെ അറിഞ്ഞാൽ റബ്ബിനെ അറിഞ്ഞു എന്ന മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്ന ആ ആശയം വേദഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ടെന്ന് ഇമാം മുസാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ കീമിയാവ് സാരത്തിൽ വിവരിച്ചായി കാണാം. അപ്പം നഫ്സിനെ അറിയുക എന്നിവിടെ ഒന്ന് നഫ്സിനെ അറിയുന്ന, മനുഷ്യൻ എന്താണെന്ന് അറിയുന്ന കുറേ ക്ലാസ്സുകൾ ഇവിടെ കിട്ടി. മനുഷ്യൻ എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഭൗതിക ശരീരം എന്താണ്, ആ ഭൗതിക ശരീരത്തോട് അനുരൂപമായി കിടക്കുന്ന ഒരുപാട് ആത്മീയ മേഖലകളുണ്ട്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ എടുക്കാം. സാർവത്രികമായി കഴിഞ്ഞ മൊബൈൽ. ഈ മൊബൈലിന് ഹാർഡ്വെയർ എന്ന് പറയുന്ന ജിസ്മുണ്ട്, ശരീരം. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു കൽബുണ്ട്, മനസ്സ്. സിം എന്ന് പറയുന്നൊരു റൂഹുണ്ട്. ഉദാഹരണമാണ്, റൂഹുണ്ട്. റൂഹുണ്ടായിട്ടും കാര്യമില്ല, അതിനൊരു കണക്ഷൻ വേണം. അതാണ് നെറ്റ്വർക്ക്, കമ്പനിയുമായുള്ള നെറ്റ്വർക്ക്. ഇത് 4ഉം കൃത്യമായി പ്രയോഗവൽക്കരിക്കപ്പെടുമ്പോൾ ആക്റ്റീവായി നിൽക്കുമ്പോൾ മാത്രമേ മൊബൈലായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇതുപോലെ നമുക്ക് ജിസ്മുണ്ട്, കൽബുണ്ട്, റൂഹുണ്ട്, സിറുണ്ട്.
ആ റൂഹ് തന്നെ രണ്ടായി തിരിക്കാം. അതാണ് ഇപ്പോൾ വിഷയം അവതരിപ്പിച്ചതിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. 4 മാസമാകുമ്പോഴാണ് റൂഹുൽ ഇൻസാൻ, മനുഷ്യാത്മാവ് നിക്ഷേപിക്കപ്പെടുന്നത്. അതിനു മുമ്പ് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ഹൃദയത്തിൻ്റെ തുടിപ്പ് വരുന്നു, ചരണം വരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം റൂഹുൽ ഹയവാനി, ഒരു തരം ജീവാത്മാവ് അതിൽ സന്നിവേശിക്കപ്പെട്ടിരിക്കുന്നു. മൊബൈലിൽ അത് കാണാം. മൊബൈലിൻ്റെ തന്നെ ജീവാത്മാവാണ് ബാറ്ററി. ആ ബാറ്ററി വളരെ കൃത്യമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കണം സിം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഒക്കെ ക്ലിയറായി. എന്നാൽ സിം ഇൻസ്റ്റാൾ ചെയ്താൽ മതിയോ? നെറ്റ്വർക്ക് ക്ലിയർ ആയിരിക്കണം, അപ്പോഴേ അത് ആക്റ്റീവ് ആവുകയുള്ളൂ, ഉപയോഗപ്പെടുകയുള്ളൂ. ഇതുപോലെ ഇൻസാൻ, മനുഷ്യൻ, ഒന്നുകൂടെ വിശദമായി പറഞ്ഞ ജിസ്മ്, കൽബ്, റൂഹ്, സിറ്. റൂഹ് തന്നെ 2ആയി ഇരിക്കാം. ഇനി 2ആയി അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ജിസ്മ്, കൽബ്, റൂഹ്, സിറ്. ഈ സിറ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന ഈ മനുഷ്യനെ പടച്ച, ഈ മൊബൈല് പടച്ച ഈ അത്യത്ഭുതകരമായ മാൻ ഈസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ആൾ ക്രിയേച്ചേഴ്സ് എന്ന് തരുത്തുന്ന അള്ള പടച്ച പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ്, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ തലച്ചോറിന് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ 50 ഇരട്ടി കപ്പാസിറ്റിയാണ്. അങ്ങനെയുള്ള ആ തലച്ചോറ് അള്ളാഹുവിൻ്റെ ഖലീഫക്ക് കൊടുത്തറാ. ഇന്ന അറദൽ അമാനത്താല സമാവാത്തി വൽ അർളി വൽ ജിബാൽ ഫാബീനായി അഹ്മിൽനഹ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളുലൂമൻ ജഹൂല. മനുഷ്യന് അവൻ്റെ വില അറിയില്ല, അവൻ്റെ തലച്ചോറിൻ്റെ വില അറിയില്ല, അവൻ്റെ ആത്മാവിൻ്റെ വില അറിയില്ല, അവൻ്റെ നെറ്റ്വർക്കിൻ്റെ വില അറിയില്ല, അവൻ്റെ സിമ്മിൻ്റെ വില അറിയില്ല, അവൻ്റെ കൽബിൻ്റെ, അവൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ വില അറിയില്ല. അപാരം ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അതുകൊണ്ട് ആ മലഹറുൽ അത്തം, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്ന ഒരു അത്യത്ഭുതകരമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ 100% ആക്റ്റീവായി നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹിനെ കുറിച്ച് പ്രത്യേകം മലഹറുൽ അത്തം എന്ന് കാണാം. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ തന്നെ സാധനം മനുഷ്യനാണ്. ഈ മനുഷ്യനെ അറിയുക, അതിനുള്ളും പുറവും അറിയാം. മൊബൈൽ അറിയാമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ കണ്ടാലോ വർക്ക് ചെയ്യിച്ചാലോ ഒന്നും മൊബൈൽ അറിയില്ല. മൊബൈലിൻ്റെ സോഫ്റ്റ്വെയറിൽ എന്തെല്ലാം രഹസ്യങ്ങളുണ്ട്, ഏതൊക്കെ ലോകങ്ങളിലേക്ക് ബന്ധപ്പെടാൻ ഇതിന് സാധിക്കും, ഇതിൻ്റെ ചുറ്റും എന്തെല്ലാം ശബ്ദ പ്രകാശ തരംഗങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ടവറിനോടും അതുപോലെ സാറ്റലൈറ്റിനോടും ഒക്കെ ബന്ധമുണ്ട്. ആ നെറ്റ്വർക്ക് വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന സംഗതിയൊക്കെ മനസ്സിലാക്കുകയും അതിനുള്ളോട്ട് പോവുകയും ചെയ്തെങ്കിലേ മൊബൈൽ മനസ്സിലാക്കുകയെന്ന് പറയാൻ കഴിയുള്ളൂ. ഇതുപോലെ മനുഷ്യൻ്റെ ചുറ്റും, മനുഷ്യൻ എന്ന ഈ മഹായന്ത്രത്തിൻ്റെ ചുറ്റും ഇന്റേണൽ ഓറ, എക്സ്റ്റേണൽ ഓറ എന്നീ 2 ഓറകൾ, 2 പ്രകാശവലയങ്ങളുണ്ടെന്നും അത് ഗിർലിയം ഫോട്ടോഗ്രാഫി കൊണ്ട് ഫോട്ടോ എടുത്താൽ കാണാൻ സാധിക്കുമെന്നോ അത് മഹാന്മാർക്ക് വികസിച്ച് പ്രപഞ്ചമാസകലം വികസിക്കുമെന്നൊക്കെ ആധുനിക ശാസ്ത്രം, സുജോക്ക്, റെക്കി, അതുപോലെ പ്രാണിക് ഹീലിംഗ് പോലെയുള്ള ആധുനിക വൈദ്യശാസ്ത്ര ശാഖകൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ അദ്ദേഹത്തിൻ്റെ കിതാബുകളിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം അത് വികസിച്ച് പ്രപഞ്ചവാസകളും അർശിലും കുർസിയിലും ഒക്കെ എത്തുകയും അവിടെയൊക്കെ കാണാൻ സാധിക്കുകയും ചെയ്യുമെന്ന്. ഏഴാകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും എന്നൊക്കെ മൊയ്തീനെ സംബന്ധിച്ച് വർണ്ണിച്ച വരികൾ ഏറെക്കുറെ ആ തത്സംബന്ധമായ സംഗതികളാണ്. കാഫിമാലയിൽ നിന്നും അപ്പുറമുള്ളവർ എന്നൊക്കെ പറഞ്ഞാൽ ഈ 100 വികസിച്ചിട്ട് അവിടെയൊക്കെ ഇങ്ങനെ അവിടെ എല്ലാം കാണാൻ സാധിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രൂപത്തിൽ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന അവസ്ഥ ആയിഷ റളിയല്ലാഹു അൻഹ വർണ്ണിച്ച് നമുക്ക് പരിചയമുള്ള. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. കുറേ കാര്യങ്ങൾ നമ്മുടെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന തുഹഫത്തുൽ ഉലമ ഉണ്ടല്ലോ, ബാക്കവികളുടെ ഉപഹാരം എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ ആയത്തുകളുടെ ഹദീസുകളുടെ നമ്പറും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ വിശദീകരണം അറിയേണ്ടവർക്ക് ആത്മീയത ഒരു പഠനം എന്ന ഇഹ്സാൻ അഥവാ ആത്മീയത ഒരു പഠനം എന്നൊരു പുസ്തകം വിനീതനായ ഞാൻ തന്നെ എഴുതിയത് ഷെറഫി പബ്ലിക്കേഷൻ്റെ പുസ്തകമുണ്ട്. സൗകര്യപ്പെടുന്നവർക്ക് അതും വായിക്കുക, പുറത്തുണ്ട്. പിന്നെ ചുരുക്കി അതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം വെച്ച് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ ഈ 4 ഘടകമുള്ള മനുഷ്യരായ നമുക്ക് അള്ളാഹു നൽകിയ ദീനിനും വിശുദ്ധ ഖുർആനിനുമൊക്കെ സ്വാഭാവികമായും 4 ഘടകം വേണം, 4 ഭാഗം വേണമല്ലോ. ശരീരത്തിനെ പഠിപ്പിക്കുന്ന ഒരു വിജ്ഞാനശാഖ, മനസ്സിനെ പഠിപ്പിക്കുന്ന വിജ്ഞാനശാഖ, അതുപോലെ ആത്മാവിനെ പഠിപ്പിക്കുന്ന വിജ്ഞാനശാഖ, സിറിനെ പഠിപ്പിക്കുന്ന വിജ്ഞാനശാഖ, അങ്ങനെ 4 ഘടകം വേണം. അതിൽ ജിസ്മിൻ്റേതാണ് ശരീഅത്ത്, കൽബിൻ്റേതാണ് ത്വരീഖത്ത്, റൂഹിൻ്റേതാണ് ഹഖീഖത്ത്, സിറിൻ്റേതാണ് മാരിഫത്ത്. അപ്പോൾ ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, മാരിഫത്ത്, ഇങ്ങനെ 4 ഘടകങ്ങൾ. ഇതിങ്ങനെ അനുരൂപമായി പോകുന്നു. ഈ 4-നുള്ള പ്രാധാന്യം നമ്മുടെ മിമ്പറിൻ്റെ പടവുകൾ 4 ആയത്, അതുപോലെ 4 കിതാബുകൾ, അതുപോലെ 4 ഖുലഫാ റാഷിദീൻ, ഇങ്ങനെ 4 കലിമത്ത് തൗഹീദിൽ 24 അക്ഷരങ്ങൾ, 6 4 4 ഇങ്ങനെയൊക്കെയുള്ള ഈ 4കളുടെ ഒരു പ്രത്യേകത അതിലേക്ക് കടന്നു പോകുന്നു. പിന്നെ ഈ 4 ഘടകങ്ങളെയും സജീവമാക്കാൻ ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, മാരിഫത്ത് എന്നിവയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ കാണുന്നത് പോലെയുള്ള അനുഭവങ്ങളുണ്ടാക്കിയെടുക്കാൻ അള്ളാഹുവിനെ അറിഞ്ഞവരുടെ വഴിക്ക് സഞ്ചരിക്കണം.
അതാണ് തെരീക്കത്ത് എന്ന് പറഞ്ഞത്. തെരീക്കത്ത് എന്ന് പറഞ്ഞ റൂട്ടാ, അള്ളാഹുവിലേക്കുള്ള റൂട്ട്. ആ റൂട്ട് 2 തരത്തിലുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മൾക്ക് ഇവരൊക്കെ തിരിഞ്ഞെന്നാൽ ളുഹർ നിസ്കരിച്ച് എല്ലാ നിസ്കാരവും അങ്ങനെ തന്നെ. എന്തിനാണ് തിരിഞ്ഞിരിക്കുന്നത്? റൂട്ടാണത്, തെരീക്കത്തിൻ്റെ ഭാഗമാണത്. ആ റൂട്ടിലൂടെ അങ്ങനെ കടന്നങ്ങോട്ട് പോകുമ്പോൾ കഴുവയിലേക്ക് പരിസരത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ അവിടെ വന്നെത്തിയ മഹാന്മാരായ അമ്പിയാക്കൾ, അതുപോലെ പുണ്യാത്മാക്കൾ, അവരെക്കുറിച്ചൊക്കെ ഓർമ്മ വരും. അവരെ ഓർമ്മ വന്നവരുടെ ചരിത്രം ഓർമ്മ വന്ന്, പുണ്യഭൂമികളെ ഓർമ്മ വന്ന്, അതിലൂടെ ഇങ്ങനെ ആ തെരീക്കത്തിലൂടെ ആ റൂട്ടിലൂടെ ഇങ്ങനെ അള്ളാഹുലേക്ക് കടന്നു പോവുകയാണ്. അതിന് GPS, നമ്മുടെ മൊബൈലിലുള്ള യാത്രക്കാർ ഉപയോഗിക്കുന്ന GPS പോലെയാണ്. അതിങ്ങനെ അങ്ങനെ പോകുന്നതിനനുസരിച്ച് അതിങ്ങനെ തുറന്നു വരും. ആ GPS-ൻ്റെ കൂടെ തന്നെ ഒരു പരിജ്ഞാനിയായ പരിചയസമ്പന്നനായ ഡ്രൈവറെയും കൂടെ കിട്ടിയാലോ വളരെ എളുപ്പമായി ലക്ഷ്യസ്ഥാനത്ത് വളരെ വേഗം എത്താൻ സാധിക്കും. ഇതുപോലെ അള്ളാഹു എന്ന രാജാതിരാജൻ്റെ കൊട്ടാരത്തിലേക്ക് സഞ്ചരിക്കുന്ന നമുക്ക്, അള്ളാഹുവിനെ തേടി സഞ്ചരിക്കുന്ന നമുക്ക്, അവൻ്റെ കൊട്ടാരത്തിലേക്കുള്ള രാജവീതിയാണ് മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ് പോലെയുള്ള പുണ്യസ്ഥലങ്ങൾ. അതിലൂടെ അങ്ങനെ കടന്നു പോകാം. അപ്പോൾ GPS പോലെ അങ്ങനെ അങ്ങോട്ട് എത്തിക്കോളും. അതിൻ്റെ കൂടെ ഒരു മുറബിയായ ഷെയ്ഖ്, പരിജ്ഞാനിയായ ഡ്രൈവർ പോലെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വളരെ സ്പീഡായി അതിവേഗം ബഹുദൂരം അള്ളാഹുവിൻ്റെ സൗരത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. പക്ഷേ അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ കാലത്ത് ഷെയ്ഖുമാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അറ്റാച്ച്ഡ് CM ആണെന്ന് പറഞ്ഞിട്ട് CM-ൻ്റെ മറ്റൊരവസ്ഥ, മജ്റൂബോ അല്ലെങ്കിൽ സഹബിലോ വേറെന്തോ ഒക്കെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. CM ആണ്, ഞാനല്ലേ CM എന്നോട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാനും CM എന്ന് അങ്ങനെ അറ്റാച്ച്ഡ് CM എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇരിക്കുക, വേറെന്തോ ചെയ്തിട്ട് ശരീഅത്തൊന്നുമില്ല, ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, ശരീഅത്തിൻ്റെ ഭാഗങ്ങളൊന്നുമില്ല, വേറെന്തല്ലോ കളിയാണ്, ചിലപ്പോൾ കഞ്ചാവും കള്ളും ഒക്കെ അവിടേക്കാണ് അവരുടെ ജീവിതം എത്തിച്ചേരുക. ഇങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയെ ദുരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ചില ആളുകളെ കാണാം. അതാണ് കള്ളശീഖമാർ എന്ന് പറഞ്ഞത്. കള്ളശീഖമാർ എന്ന് പറഞ്ഞാൽ ശരീഅത്തില്ലാത്തവരൊക്കെ കള്ളശീഖമാരായിട്ട് തന്നെ കൂട്ടണം. അല്ലാതെ നമുക്ക് അവരുടെ അവസ്ഥ വേണ്ടതുപോലെ വേർതിരിക്കാനൊന്നും കഴിയില്ല. ശരീഅത്ത് ഉള്ളവർ ആണോ, അതിലൂടെ ഉള്ളോട്ട് ഇറങ്ങിയവരാണോ, എല്ലാം നിലനിർത്തി പോരുന്നവരാണോ, ഈ 4 ഘടകവും ഒപ്പം നിലനിർത്തി പോരുന്നവരാണോ, അവരെ ഷെയ്ഖാവുള്ളൂ, ഷെയ്ഖാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു ഷെയ്ഖിനെയും കൂടി കിട്ടിയാൽ വളരെ ഉഷാറായി. അതാണ് മുറബിയായ ഷെയ്ഖിൻ്റെ ആവശ്യം. അങ്ങനെ ഒരാളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ സൗകര്യമല്ല, അല്ലെങ്കിൽ കണ്ടെത്തിയില്ല എങ്കിൽ കണ്ടെത്തുന്നത് വരെ പ്രവാചക ശിരോമണിൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ GPS മുഖേന പിന്നെ പിന്നീട് ഉണർച്ചയിലൊക്കെ കണ്ട് നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ഇത് ആണ് റൂട്ട്. ആ റൂട്ടിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ 4 എണ്ണത്തിന് അനുരൂപമായി ഫർക്ക് അവ്വല്, ജമ്മുൽ ജമ്മ്, ഫർക്ക് സാനി എന്നീ മാനസികാവസ്ഥകൾ, ആരിഫ്യങ്ങൾ കടന്നു പോകുന്ന മേഖലയാണത്. അങ്ങനെ കടന്നു പോകുമ്പോൾ തന്നെ അമ്മാറത്ത്, ലബ്ബാമത്ത്, മുൽഹമത്ത്, മുത്തുമൈനത്ത്, റാദിയത്ത്, മർലിയത്ത്, കാമിലത്ത് എന്നിങ്ങനെ 7 എണ്ണതൊക്കെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഈ 7 എണ്ണവും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. തവാഫ് 7 പ്രാവശ്യം, സഴി 7 പ്രാവശ്യം എന്നൊക്കെ വരുന്നത് ഈ 7 നഫ്സിൻ്റെ എന്ന് പറഞ്ഞ ആ നഫ്സിൻ്റെ 7 മണ്ഡലങ്ങളെ സൂചിപ്പിക്കുന്ന, കടന്നു പോകാനുള്ള റൂട്ടുകളെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ കടന്നു പോകുമ്പോൾ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായ മനുഷ്യൻ എന്ന മഹാത്ഭുതത്തിൽ നമുക്ക് നോക്കിയാൽ അള്ളാഹുലേക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ പലതും കാണാം. കയ്യിൻ്റെ അടിയിൽ തന്നെ, കൈ ഇവിടെ പറഞ്ഞല്ലോ ഏറ്റവും സ്പർശനമുള്ള ഭാഗം കയ്യിൻ്റെ കാലിൻ്റെ അടി. മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഏറ്റവും കൂടുതൽ സ്വിച്ച് ബോർഡുകളുള്ള, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്വിച്ച് ബോർഡുകളുള്ള ഭാഗമാണ് കയ്യിൻ്റെ, കാലിൻ്റെ ഒക്കെ വിരലുകളും ഇതിൻ്റെ അടിയൊക്കെ. അതിൽ നിന്നാണ് സുജോക്ക് എന്ന് പറഞ്ഞ വൈദ്യശാസ്ത്രം ഉണ്ടായത്. നിങ്ങളൊക്കെ ഒരു വെറുതെ കിട്ടുന്ന ഒരു ഉപകാരം മനസ്സിൽ വെച്ചോളി. ഒഴിവുള്ളപ്പൊക്കെ ഇങ്ങനെതാ ഇവിടെ കയ്യിൻ്റെ കാലിൻ്റെയൊക്കെ വിരലുകൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിൻ്റെ ഏറ്റവും അത്ഭുതങ്ങൾ വെളിവായി നിൽക്കുന്ന മദഹറാണ് ഇത്. ഇതിൽ 81 എന്ന് കാണാം, ഇതിൽ 18 കാണാം, 99 അസ്മാഉൽ ഹുസ്നയാണ് ഇവിടെ എണ്ണമാണ്. ഇങ്ങനെ നോക്കിയാലും ഒക്കെ അള്ളാഹു എന്ന് എഴുതിയതുപോലെ ഇസ്മുൽ ആളമുമാണത്. അതിലൂടെയാണ് മനുഷ്യൻ ഇങ്ങോട്ട് തുടങ്ങുന്നത്. ഇങ്ങനെ പ്രപഞ്ചമാക്കിയല്ലോ അള്ളാഹു നൂറുസമാബാത്തി മതനുരഹിക മിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് എന്ന് പറഞ്ഞ അള്ളാഹുവിൽ നിന്ന് വന്ന പ്രകാശം ഇങ്ങനെ പ്രോജ്വലിച്ച് മനുഷ്യരിൽ നിന്ന് വെളിപ്പെടുന്ന അവസ്ഥയിൽ പടക്കപ്പെട്ട അത്ഭുത സൃഷ്ടിയാണ് മനുഷ്യൻ. നമ്മളൊക്കെ തന്നെ അള്ളാഹു തആല ആ വഴിക്ക് സഞ്ചരിക്കാനും യഥാർത്ഥ മാർഗത്തിലൂടെ, വ്യാജമല്ലാത്ത മാർഗത്തിലൂടെ ചരിച്ച് അള്ളാഹുവിനെ കണ്ടെത്താനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്നൊരു വാഴ്ചയിൽ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.